അങ്ങനെ ഫിറോസ് ഖാൻ സജിനയുടെ ചീട്ട് കീറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചീട്ട് കീറി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തേച്ചൊട്ടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഒരു കംബാക്ക് ഫിറോസ് ഖാൻ നടത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. തെളിവ് സഹിതം കാര്യങ്ങൾ പുറത്തിട്ട് ആശാൻ സജിനെ അങ്ങോട്ട് മൊത്തത്തിൽ എക്സ്പോസ് ആക്കി കഴിഞ്ഞു. ഒന്നും പറയാനില്ല മക്കളെ, നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടാവും. അവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ബിഗ് ബോസ് മലയാളം സീസൺ 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന സജിനയും ഫിറോസും. ഇവർ ദമ്പതിമാരായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയത്. അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഇവർ ഡിവേഴ്സ് ആകുന്നു. ഡിവേഴ്സ് ആയതിന്റെ മെയിൻ കാരണമായി പറയുന്നത് ഈ പറയുന്ന സജിന റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ആർട്ടിസ്റ്റുമായി അവിഹിതത്തിന് പോയതായിരുന്നു. അത് ഇവർ ഡിവേഴ്സ് ആയ സമയത്ത് ഇതിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് സജിന റസൂൽ പൂക്കുട്ടിയും ഒത്തിട്ട ഒരു പോസ്റ്റ് വഴി സോഷ്യൽ മീഡിയ ഇവരുടെ അവിഹിതം തൂക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ 2-3 വട്ടം സംസാരിച്ചു കഴിഞ്ഞതാണ്. എന്തായാലും സോഷ്യൽ മീഡിയ തൂക്കിയതോടെ സജിനന്റെ അവിഹിതം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇവരുടെ അവിഹിതം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മാറുന്നു. അതിനിടക്കാണ് ഫിറോസ് ഖാനും ഒരുപാട് അവിഹിതങ്ങൾ ഉണ്ട് എന്ന ആരോപണങ്ങളുമായി സജിന രംഗത്ത് വരുന്നത്. സജിനയുടെ ആരോപണങ്ങളും വൻ വൈറലായി മാറുന്നു പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ സജിനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താണത്? പൂക്കുട്ടിയിൽ താൻ 9 ആഴ്ച ഗർഭിണിയാണെന്നുള്ള പോസ്റ്റ്. ആ പോസ്റ്റ് സജിനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഈ പറഞ്ഞ സജിന ഒരു എക്സ്പ്ലനേഷനുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സജിനയുടെ എക്സ്പ്ലനേഷൻ? തന്റെ അക്കൗണ്ട് ആരാ ഹാക്ക് ചെയ്തു, അങ്ങനെ ഹാക്ക് ചെയ്ത ആൾ ഇട്ട പോസ്റ്റ് ആണത്, അത് സത്യമല്ല എന്നുള്ള രീതി. പക്ഷെ പുള്ളിക്കാരുടെ ആ ന്യായീകരണം ആരും അങ്ങനെ വിശ്വസിച്ചില്ല കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് സജിനയ്ക്കെതിരെ ചില തെളിവുകളുമായി ഫിറോസ് ഖാൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഇവിടെ ഫിറോസ് ഖാൻ രംഗപ്രവേശനം ചെയ്യാനുള്ള സിനാരിയോ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റസൂൽ പൂക്കുട്ടിയിൽ താൻ ഗർഭിണിയായെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സജിന താൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് അത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. സജിന ശരിക്കും ഗർഭിണിയാണ്. റസൂൽ പൂക്കുട്ടിയിൽ നിന്ന് തന്നെയാണ് സജിന ഗർഭിണിയായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയും സജിനയും ഒരുപാട് തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 തവണ സജിന ഗർഭിണിയാവുകയും ചെയ്തു. പക്ഷെ ആദ്യത്തെ തവണ ഗർഭിണിയായ സമയത്ത് റസൂൽ പൂക്കുട്ടിയുടെ നിർബന്ധ പ്രകാരം അത് അബോർട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം വീണ്ടും ഇവർ തമ്മിൽ പല തവണ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതിനുശേഷം വീണ്ടും രണ്ടാമത് ഈ പറയുന്ന സജിന ഗർഭിണിയായി. അന്നേരം വീണ്ടും ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി അബോർഷന് വേണ്ടി നിർബന്ധിച്ചു. അന്നേരം സജിന അത് നിരസിച്ചു. റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും സജിനെ തലേന്ന് ഒഴിവാക്കണം എന്നുള്ള ചിന്താഗതിയാണ്. എന്നാൽ സജിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ പൂക്കുട്ടിയിൽ ഉണ്ടായ കുഞ്ഞിനെ വളർത്തണം, റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ്. എന്തായാലും 2 പേരും ഇങ്ങനെ 2 രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയതോടെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി, ഫോൺ വിളിച്ച് പലതും പറയാൻ തുടങ്ങി. ഇതൊരിക്കലും സജിന എന്താക്കി കോൾ റെക്കോർഡ് ചെയ്തു. എന്നൊരു യൂട്യൂബർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സജിന അത് അയച്ചു കൊടുത്തത്. പക്ഷെ ആ യൂട്യൂബർ ഫിറോസുമായി ബന്ധമുള്ള ഒരാളായിരുന്നു. ആ ചങ്ങായി എന്താക്കി, സജിന അയച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം ഫിറോസ് ഖാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. അതെല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ ഫിറോസ് ഖാൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ആദ്യമായി പറയുന്ന ഫിറോസ് ഖാൻ റസൂൽ പൂക്കുട്ടിയും സജിനും തമ്മിലുള്ള ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നുണ്ട്. നമ്മളെന്തായാലും ആദ്യം അതൊന്ന് കേട്ടോക്കാം. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞു. ഓക്കെ, ഷാദിത്ത എന്ന് പറഞ്ഞ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയാണ് കേട്ടോ. ഒരു ഭാര്യ ഉണ്ടായിരിക്കെ തന്നെയാണ് ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി സജിനയുമായിട്ട് ഡിങ്കോൾഫിക്കേഷൻ കളിച്ച് നടക്കുന്നത്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ. എന്തായാലും ബാക്കി കേട്ടോക്കാം. പറഞ്ഞു അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞൊരുണ്ടായത്. ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ ഓവർ കുബുദ്ധിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുത്തി വെച്ചത് എന്ന് ഇവിടെ സജിന റസൂൽ പൂക്കുട്ടിയോട് പറയുന്നുണ്ട് അല്ലെ? അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, റസൂൽ പൂക്കുട്ടിയിൽ സജിന ഗർഭിണി ആയപ്പോൾ അതെങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്യണമെന്ന ചിന്തയായിരുന്നു റസൂൽ പൂക്കുട്ടിക്ക്. എന്നാൽ സജിനൊക്കെ കുഞ്ഞിനെ വളർത്തണമെന്ന ചിന്തയും. അത് കാരണം അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതോടെ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നവൻ എന്ത് ചെയ്തു, സജിനന്റെ കുറച്ച് സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ സപ്പോർട്ട് തേടി. പക്ഷെ അവര് റസൂൽ പൂക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, റസൂൽ പൂക്കുട്ടി അവരെല്ലാം വിളിച്ച കാര്യം സജിനെ അറിയിച്ചു. അതോടെ സജിനക്ക് ദേഷ്യം കയറി കാര്യങ്ങൾ കൂടുതൽ വഷളായി. എനിക്ക് തോന്നുന്നത് സജിന ഇൻസ്റ്റാഗ്രാമിൽ റസൂൽ പൂക്കുട്ടിയിൽ നിന്നും ഗർഭിണിയായെന്നുള്ള പോസ്റ്റ് ഇട്ടത് പോലും ആ ഒരു വികാരത്തിന് പുറത്തായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അവസാനം അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞേക്കുവാണ്. അക്കൗണ്ട് ഹാക്ക് ആയി പോയി പോലും.
എന്തായാലും ബാക്കി കേട്ടോക്കാം. എന്ത് രക്ഷിക്കും? ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂൽക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെന്നെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് പിടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തേന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. ഈ വോയിസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. എന്നാലും എജ്ജാതി മൊയിന്താണ് ഈ പറയുന്ന സജന എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് ബുദ്ധിയെങ്കിലും ഇവൾക്ക് വേണ്ടേ? ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാളുമായി സംസാരിക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തൊരു യൂട്യൂബർക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ കിടക്കുന്ന ഇവളുടെ ബുദ്ധി? തലയിൽ ലേശെങ്കിലും റോൾ ഉണ്ടെങ്കിൽ ഇവൾ ഈ പരിപാടി ചെയ്യോ? എന്തൊരു പൊട്ടിത്തെയാണ് ഇവൾ ഇഷ്ടം. ലേശം ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ല ഇവൾക്ക്. എന്തായാലും അതുകൊണ്ട് എന്തായി, കറക്റ്റ് ഈ തെളിവുകളെല്ലാം കിട്ടേണ്ടവന്റെ കയ്യിൽ തന്നെ കിട്ടി എന്നുള്ളതാണ്. അവരതെടുത്ത് കൃത്യം ഉപയോഗിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാണെങ്കിൽ സജിന ആ വോയിസ് എല്ലാം അയച്ചു കൊടുത്ത യൂട്യൂബർ ഒറ്റയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൻ ആരാണെന്ന് അറിയണം. ശരിക്കും പറഞ്ഞാൽ അവനൊരു പൂമാലിട്ട് പൂജിക്കണം. വല്ലാത്തൊരു ചെങ്ങായി ഇഷ്ടം. എന്തായാലും ഇതോടൊന്നും തീർന്നില്ല കേട്ടോ. ഈ വോയിസ് എല്ലാം പുറത്തു വിട്ടതിന് ശേഷം സജിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഫിറോസ് പറയുന്നുണ്ട്. മെയിൻലി ഫിറോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ സജിനന്റെ ആദ്യത്തെ അവിഹിതമൊന്നുമല്ല ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി. ഇതിനു മുമ്പേയും ഒരുപാട് അവിഹിതങ്ങൾ സജിനക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായി എണ്ണി ഫിറോസ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ അവിഹിതം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ സമയത്ത്, ഈ പറയുന്ന സജിനയും ഫിറോസും വിവാഹം കഴിഞ്ഞ സമയത്ത് രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജ് ആണ്. അങ്ങനെ അതിനുശേഷം സജിന ചെയ്ത പരിപാടി എന്താണെന്ന്, അയൽവാസി ആയിട്ടുള്ള നിയാസ് എന്ന് പറഞ്ഞ ഒരുത്തനുമായ അവിഹിതത്തിന് പോയിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഫിറോസ് തന്നെ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് ഫിറോസ് പറഞ്ഞങ്ങളൊന്ന് കേട്ടോക്കി. ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലരെൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസ് ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ കരഞ്ഞ് അഭിനയിക്കുന്നു എല്ലാം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവളോട് നിർത്താം, എനിക്ക് അങ്ങനെ ഒരു ബേഡൻ തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്ത് ഒരു 2-3
ഇങ്ങനെ ടക്ക് 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 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഈ കൈ മുറിച്ചതിന് പാട് മുമ്പ് സജിന തന്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് സജിന പറഞ്ഞ എന്താണ്, ഫിറോസ് ഖാന്റെ അവിഹിതം പൊക്കിയത് കാരണം അതിൽ മനംതൊന്നാണ് താൻ കൈ മുറിച്ചതെന്നാണ്. പക്ഷെ ഇപ്പൊ ഫിറോസ് ഖാൻ വന്ന് പറയുന്നത് എന്താണ്, സജിനന്റെ അവിഹിതം പൊക്കിയപ്പോ താൻ സജിനെ ഡിവേഴ്സ് ചെയ്യുമെന്നായപ്പോ സജിന കൈ മുറിച്ചതെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. ഇതിലിപ്പോ ആര് പറയണ വിശ്വസിക്കണം അല്ലേ? എന്തായാലും കൊള്ളാം, അയൽവാസി ചെക്കനുമായി ആദ്യത്തെ അവിഹിതം. അവിടുന്ന് തുടങ്ങിയ അവിഹിത ജേണിയാണ് സജിനന്റേത്. പിന്നീട് അങ്ങോട്ട് സജിനന്റെ ജീവിതത്തിൽ അവിഹിതങ്ങളുടെ ഒരു പൊടിപൂരായിരുന്നു മക്കളെ. എന്തായാലും ഈ അയൽവാസിയുമായിട്ടുള്ള അവിഹിതം പൊക്കിയതോടെ ഫിറോസ് ഖാനെ ഡിവേഴ്സ് ചെയ്യുമെന്നായതോടെ സജിൻ ആ പരിപാടി അങ്ങ് നിർത്തി. അങ്ങനെ കുറച്ചു കാലം അവിഹിതമൊന്നും ഇല്ലാണ്ട് പോകുന്നതിന്റെ അടുക്കാണ് സജിനക്ക് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ അവസരം വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ആൽബത്തിന്റെ ഡയറക്ടറുമായി സജിൻ അവിഹിതത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഫിറോസ് ഖാൻ പറയുന്നൊന്ന് കേട്ടോക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി, ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളുടെ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യമൊന്നും കണ്ടില്ല. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് എന്താ സജിനത്താത്തന്റെ ചിരി. എന്തായാലും ഷാനിഫ് അയ്യൂരുമായിട്ടുള്ള സജിനയുടെ അവിഹിതം ഫിറോസ് പൊക്കിയതോടെ ഈ ഷാനിഫ് അയ്യൂർ എന്ന് പറയുന്നവൻ എന്താക്കി നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും സജിന നിർത്തിയില്ലേ കേട്ടോ. ആൽബത്തിന് ഡയറക്ടർ പോയാൽ എന്താ, നമുക്ക് പ്രൊഡ്യൂസർ ഉണ്ടല്ലോ. അങ്ങനെ അതിനുശേഷം പുള്ളിക്കാര് പ്രൊഡ്യൂസറുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയാണ് സുഹൃത്തുക്കളെ. അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമല്ല, പുള്ളിക്കാരനൊപ്പം ഒളിച്ചോടുകയും കൂടി ചെയ്തു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഫിറോസ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. അതായത് ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്. മറ്റേ പൈങ്കിൾ സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ബെസ്റ്റ്. ഇവിടെ സജിന ഒളിച്ചു കൊടുക്കുക മാത്രമല്ലേ കേട്ടോ. ഇനി എനിക്ക് ഫിറോസിനെ വേണ്ട, നജീബിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രപത്രത്തിൽ എഴുതി കൊടുക്കുകയും കൂടി ചെയ്തു. അത് ഈ നജീബ് എന്ന് പറഞ്ഞവൻ എന്താക്കി, ഫിറോസിനെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. മുദ്രപത്രത്തിൽ എഴുതുന്ന ഒരു വീഡിയോ കൂടി നജീബ് പകർത്തിയിട്ടുണ്ടായിരുന്നു. അതും അന്ന് ഫിറോസിനെ നജീബ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫിറോസിന്റെ പക്കലുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും ഫിറോസിന്റെ പക്കലുണ്ട്. അത് ഫിറോസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ പോകുന്നു കണ്ടോക്കാം. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ചിരിക്കല്ലേ, ഇഷ്ടത്തിലാണോ ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടണ്ട പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും ചിരിയാണ് അവളെ ഹൈലൈറ്റ്. ഈ ചിരിയിലായിരിക്കുമല്ലോ ഇവിടെ ഇത്രയും കാമുകന്മാര് വീറ്റ് ചെയ്ത്. എന്തായാലും ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇങ്ങനെ മുദ്രപത്രത്തിലൊക്കെ എഴുതി ഷാനിഫിനും കൂടെ ഇവിടെ കുറച്ച് കാലം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഷാനിഫിനെ എന്താക്കി ഇവിടെ അങ്ങ് മടുത്ത്.
അതോടെ ഷാനിഫ് അവൾ ഉപേക്ഷിച്ച് അങ്ങ് പോയി. അതോടെ നമ്മുടെ സജനത്താത്ത് എന്താക്കി, ഫിറോസ്ക എന്ന് പറഞ്ഞ് വീണ്ടും ഫിറോസ്ഖിന്റെ അടുത്തേക്ക് ചെന്ന് എനിക്ക് ഫിറോസ്ഖിനെ വേണ്ട എന്ന് പറഞ്ഞ് മുദ്രപത്രത്തിൽ എഴുതി കൊടുത്ത് മറ്റൊരുത്തനും കൂടെ ഇറങ്ങി പോയവളാണെന്ന് ഓർക്കണം. എന്നിട്ട് വീണ്ടും ഫിറോസ്ക എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് വന്നേക്കുന്നു. പക്ഷെ ഫിറോസ്ക അവളെ സ്വീകരിച്ചു കേട്ടോ. ഇനിയെങ്കിലും അവൾ നന്നാകുമെന്ന് കരുതി. ഇത്ര അനുഭവം ഉണ്ടായല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും അവള് നന്നായില്ല. വീണ്ടും അടുത്ത ആളായിട്ട് അവീതത്തിൽ ഏർപ്പെട്ടു. അതെങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഇവര് ബിഗ് ബോസിൽ ഇന്ന് പോയി വന്നതിന് ശേഷം സജിനക്ക് കുറെ സീരിയലൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു സിനിമാ സംവിധായകരുമായിട്ട് പുള്ളിക്കാരെ അവീതത്തിൽ ഏർപ്പെട്ടു. അതിനെക്കുറിച്ച് ഫിറോസ് പറഞ്ഞു കേട്ടോക്കാം. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണമമ്മി എന്നാണ് വിളിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വേണ്ടിട്ടുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ചു പറയുന്നത്. ഓക്കെ, ഇത്രയായിട്ടും സജനത്താത്ത പഠിച്ചില്ല, വീണ്ടും അവീതത്തിന് പോയേക്കുന്നു. ഇത് സജനത്താത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ. ഇതിനുശേഷമാണ് സജന ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരുത്തിയെ പരിചയപ്പെടുന്നത്. അവൾ ഒരുപാട് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നാണ് ഫിറോസ്ക പറയുന്നത്. അങ്ങനെ ഈ ലക്ഷ്മിയുടെ പരിചയത്തിലുള്ള ഒരുത്തനുമായിട്ട് വീണ്ടും ഈ പറഞ്ഞ സജന അവീതത്തിലായി. അതിനെക്കുറിച്ച് ഫിറോസ്ക പറയുന്നത് കേട്ടോക്കാം. ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ ഉണ്ട് ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്. ഹെവി ടീമുകളോട്ടാണ് എല്ലാം ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കട്ട് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൂട്ടായിട്ട് അവൾ അതേ ക്യാരക്ടറാണല്ലോ സജിനെ. അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന ആ സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ് ഇങ്ങനെ പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്കാ പ്രണയത്തില്ല. ഇവൾക്കൊന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എന്ത് പറയാനല്ലേ, നോ വേർഡ്സ്. എന്തായാലും ആ പ്രണയം കുറച്ച് കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ എന്ന് പറയുന്ന സിനിമയിൽ സജിനയ്ക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നതും അതിന്റെ സെറ്റിൽ വെച്ച് റസൂൽ പൂക്കുട്ടിയെ പരിചയപ്പെടുന്നതും റസൂൽ പൂക്കുട്ടിയുമായി പ്രണയത്തിലാകുന്നതും അതിനുശേഷമാണ് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് സജിനയുടെ ഒന്നാമത്തെ അവീതമൊന്നുമല്ല റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നത്. റസൂൽ പൂക്കുട്ടിക്ക് മുമ്പ് ഒരു 5-6 അവീതെങ്കിലും ഉണ്ടായി കാണും അല്ലേ, ഒരു എണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ. എന്തായാലും അവസാനമായി റസൂൽ പൂക്കുട്ടിയുമായി സജിന അവീതത്തിലായെന്ന് അറിഞ്ഞപ്പോ ഈ പറയുന്ന ഫിറോസ് ഖാൻ എന്ത് ചെയ്തു എന്നറിയോ? റസൂൽ പൂക്കുട്ടിയുടെ വീട്ടിൽ കയറി ചെന്ന് സംസാരിച്ചു. ഫിറോസ് റസൂലിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റസൂല് വീട്ടിലില്ലായിരുന്നു കേട്ടോ. റസൂലിന്റെ ജ്യേഷ്ഠനുമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഈ പറയുന്ന ഫിറോസ് പുറത്തു വിടുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയോ? അല്ല, ഞാൻ ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് വച്ചൊക്കെ എനിക്ക് താല്പര്യം. പക്ഷെ നമ്മളെ നോവിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയിട്ടില്ല. നിങ്ങളിപ്പോഴും എൻ്റെ ഭാര്യയാണോ മനസ്സിലായി? അപ്പോൾ നിങ്ങൾ വിളിച്ച കാര്യം ചെയ്താൽ ഇനി സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയേണ്ടത് തോന്നുന്നു, ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇത് പോകേണ്ടി വരും. കാരണം എൻ്റെ കുടുംബം ഞാനിവിടെ വരും. ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിന്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാട് റസൂൽ നിൽക്കുന്നില്ല. പിന്നെ എന്റെ അനിയന്റെ ഭാഗത്ത് നിന്ന് ഒരു റോഗം ഉണ്ടാകുന്നത്. ഓക്കെ, റസൂലിന് കുടുംബമാണ് പോലും ഫസ്റ്റ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട. കുടുംബം ഫസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പൊ അവീതത്തിന് പോയിക്കുന്നത്. എന്തായാലും കൊള്ളാം. അന്ന് ഫിറോസ് ഇങ്ങനെ റസൂലിന്റെ വീട്ടിലേക്ക് പോയി സംസാരിച്ചെങ്കിൽ കൂടി പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഈ പറയുന്ന റസൂലും സജിനയും വീണ്ടും അവീതം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി. അവസാനം ഇപ്പൊ 2-3 വട്ടം സജിന ഗർഭിണിയുമായി. ഇനി എങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പൊ റസൂൽ പൂക്കുട്ടിക്ക് സജിനയും അടുത്തൊരവസ്ഥയിലാണ് കേട്ടോ. അത് സജിനക്ക് നല്ലോണം മനസ്സിലാവുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ ഇപ്പൊ സജിനന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ റസൂൽ പൂക്കുട്ടിയിൽ നിന്നും 3 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടണം. ഇല്ല എങ്കിൽ താനുമായിട്ടുള്ള ബന്ധം റസൂൽ പൂക്കുട്ടി തുടർന്ന് കൊണ്ടുപോകണം. ഇതാണ് ഇപ്പൊ നിലവിൽ സജിനയുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സജിനയുടെ ഒരു വോയിസ് ഫിറോസ് പുറത്തു വിടുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും നേരെ വേണ്ട. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നും ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞ വൈകിന്റെ കുറെ കാലല്ല, അത് കുഴപ്പമില്ല. ഞാൻ അകത്ത് പോയി കടന്നാലും കുഴപ്പമില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്നെ അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു ഇതാണ് ഇപ്പൊ നിലവിൽ സജിനന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ റസൂൽ പൂക്കുട്ടി തന്നെ വിട്ടുപോയാലും കുഴപ്പമില്ല, തനിക്കൊരു 3 കോടി രൂപ കിട്ടിയാൽ താൻ ഹാപ്പിയാണെന്നാണ് സജിന പറയുന്നത്. വല്ലാത്തൊരു പെണ്ണിഷ്ട. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഫിറോസ് പറയുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയും സജിനയുടെ ഉമ്മയും സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ്, അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടിയും സജിനയും സംസാരിക്കുന്ന കുറെ വോയിസ് ക്ലിപ്പുകൾ, ഇതെല്ലാം ഈ പറയുന്ന ഫിറോസ് പുറത്തുവിടുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് കാണിച്ച് വലിച്ചു നീട്ടുന്നില്ല. ഇതിലെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. എന്റെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി കൂടുതൽ കാണണമെന്നുള്ളവർ ഫിറോസ് ഖാന്റെ ചാനൽ പോയി കാണുക, അത്രേ ഉള്ളൂ. കൂടുതൽ ഇത് എനിക്ക് ഇവിടെ പറയാനില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.